ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാന്ത്വനമേകാൻ കൈകോർക്കാം ധനസമാഹരണ പദ്ധതി ഏപ്രിൽ 26-ന് ആരംഭിക്കും. ബേപ്പൂർ മണ്ഡലത്തിലും ഒളവണ്ണ പഞ്ചായത്തിലുമായി 80,000 വീടുകളിൽ പ്രത്യേക കവർ എത്തിച്ചാണ് ധനസമാഹരണം നടത്തുന്നത്. പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ഒരുക്കുന്ന ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നല്ലളം ഡയാലിസിസ് സെന്ററിന് ഫണ്ട് കണ്ടെത്താനായാണ് സ്വാന്തനമേകാൻ കൈകോർക്കാമെന്ന ധനസമാഹരണ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിക്ക് 26-ന് തുടക്കമാകുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ VKC മുഹമ്മദ് കോയ, കൺവീനർ K ഉദയകുമാർ, മാനേജർ TT മനോജ് എന്നിവർ അറിയിച്ചു. 50 വീടുകൾക്ക് ഒരു സ്ക്വാഡ് എന്ന നിലയിൽ 1500 സ്ക്വാഡുകൾ രൂപീകരിച്ച് 10,000 സന്നദ്ധ പ്രവർത്തകർ മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് രംഗത്തിറങ്ങും. 26-ന് വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ചു നൽകുന്ന കവറുകൾ മെയ് 1 മുതൽ 3 വരെയായി തിരിച്ചെടുക്കും. ഇതിനായി ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, വ്യാപാരി വ്യവസായികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ വിപുലമായ കൺവെൻഷൻ ചേർന്ന് സംഘാടക സമിതി രൂപീകരിച്ചു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകയായ ബേപ്പൂർ മണ്ഡലം ചാരിറ്റബിൾ ട്രസ്റ്റ് ഫറോക്ക് ചുങ്കം റെഡ് ക്രസന്റ് ആശുപത്രിയുടെ സഹകരണത്തോടെ 2010-ൽ തുടങ്ങിയ സൗജന്യ ഡയാലിസിസ് പദ്ധതിയിൽ ഇന്ന് നല്ലളത്തെ സ്വന്തം കെട്ടിടത്തിൽ 25 യന്ത്രങ്ങൾ ഉപയോഗിച്ച് 100 പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. മാസം വിവിധ ഘട്ടങ്ങളിലായി 1300 ഡയാലിസിസ് ചെയ്യുന്ന ഇവിടെ 85 പേർ അപേക്ഷ നൽകി കാത്തിരിപ്പാണ്. കഴിഞ്ഞ 16 വർഷത്തിനിടെ 1.10 ലക്ഷം ഡയാലിസിസ് നൽകാനായി. ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനത്തിന് വർഷം 2.5 കോടി രൂപ ചെലവ് വരുന്നുണ്ട്. മരുന്നുകൾ ഉൾപ്പെടെ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നതിന് മാസം കുറഞ്ഞത് 21 ലക്ഷത്തോളം രൂപ വേണ്ടിവരുന്നു. വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അകമഴിഞ്ഞ് ലഭിക്കുന്ന സഹായങ്ങളാണ് ട്രസ്റ്റിന്റെ ഏക വരുമാനം. ഒരു മാസം ഒരാളുടെ ഡയാലിസിസ് ചെലവ് ഏറ്റെടുക്കാൻ 18,200 രൂപ വേണമെന്നും സുമനസ്സുകളായ പലരും ഇത്തരത്തിൽ ചിലരുടെ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ടെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. പടക്ക വിപണിയിൽ 4 പതിറ്റാണ്ട് പിന്നിട്ട